ബഹ്റിനില്ല. അപ്പൊ പിന്നെ കോപ്പി ഇല്ല അയക്കാനേ പറ്റുള്ളൂ. ശരിയാ. അല്ല നാട്ടിൽ വരുമ്പോ എടുക്കാം. കോട്ടയത്ത് വന്നിട്ട് അടുത്ത മാസം വരും. അപ്പൊ പിന്നെ വാങ്ങിക്കാം. ശരിയാ. മതി. ശരി സാർ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കളിലും വിനീതമായ പ്രണാമം. 2 മാസമായി ഭരതൻ. എല്ലാ വർഷവും നമുക്ക് 1 മാസമേ പതിവുള്ളൂ. ഏപ്രിൽ മാസമേ പതിവുണ്ടായിരുന്നു. എന്റെ അവിചാരിതമായ തിരക്കുകൾ കാരണം സംഭവിച്ചു പോയതാണ്. എന്തായാലും അതിനൊക്കെ ഓരോ യോഗമായിരിക്കാം. ആ സമയത്തെ പഠിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കാം. എന്തായാലും വേറെ പല പല കാര്യങ്ങളും നടന്നല്ലോ. അന്നാണ് ഒത്തിരി നീണ്ടുപോയത് എന്നുള്ളൊരു വ്യഥയുണ്ട്. എന്നാലും 2 മാസം നമുക്ക് വെക്കേഷൻ എന്നുള്ള മട്ടിലങ്ങ് കൂട്ടിവിടാം. എന്നിട്ട് ജൂൺ മാസം തുടങ്ങാം എന്നുള്ളത് നമുക്ക്. ഇനിയിപ്പോ അങ്ങോട്ട് വലിയ തിരക്കില്ല. ഇവിടെ തന്നെ ആകുന്ന മറ്റേ ഏപ്രിൽ വഴി മാറ്റി വെച്ചിരുന്ന എല്ലാ പരിപാടികളും അതിലേക്ക് ഇനി വന്നു. അവധിയാണെന്നുള്ളതുകൊണ്ട് അങ്ങനൊക്കെ പറ്റിയതാണ്. നമ്മൾ നവമം 9-ൽ 10 വരെ എടുത്തു. 9-ൽ 10 വരെയാ ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം അറിയില്ല. ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. 10 വരെ ഉള്ളു. ശരിയാ. 9-ൽ 10 വരെ എടുത്തുള്ളൂ. ഇന്നും 11 വരെ എടുക്കണ്ടേ. നവമസ്കന്ധം 9-ാം അധ്യായം. ഇനി 11-ാമത്തെ ശ്ലോകം. നവമസ്കന്ധത്തിലെ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതില് അംശുമാന്റെ വംശത്തെ കുറിച്ച് വർണ്ണിച്ചു വരുമ്പോൾ ഗംഗാവതരണത്തെ കുറിച്ച് പറയാൻ പുറപ്പെടുകയാണ്. അംശുമാന്റെ വംശത്തെ കുറിച്ച് പറഞ്ഞാണ് മുമ്പ് നിർത്തിയത്. രാജർഷിയായ ഭഗീരഥൻ തന്റെ പിതാക്കൾ ഭസ്മമായി കിടക്കുന്ന സ്ഥാനത്തേക്ക് ലോകത്തെ പരിശുദ്ധമാക്കാൻ തക്ക മഹാത്മയുടെ ഗംഗയെ കൊണ്ടുപോയി. ഭഗീരഥ സ്വരാജർഷം നിന്നെ ഭുവനപാവനീം തത്രഫ പിതॄണാം ദേഹ ഭസ്മീഭൂതാസ്മശേരത് എന്നിവരെയാണ് എടുത്തു നിർത്തത്. കാരണം ഈ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പരിശുദ്ധത്തോടു കൂടിയതാണ് ഗംഗ. ആ ഗംഗയെ ശിരസിൽ ധരിക്കുന്ന പരമശിവനാണ്. അതുകൊണ്ട് ഈ കഥ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും ഹിതകരമാണ്. അതുകൊണ്ടാണ് രാജാവിന്റെ പ്രാർത്ഥന അംഗീകരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന്റെ പാദസമ്പർക്കം കൊണ്ട് പരിശുദ്ധമായ ഗംഗയെയും അത് ശിരസിൽ ധരിക്കുന്ന മഹാദേവനെയും അത് ഭൂമിയിലേക്ക് ഒഴുകിയതുകൊണ്ട് ഭൂനിവാസികളുടെ സകല പാപത്തെയും ഹരിക്കാൻ തക്ക യോഗ്യത ഉള്ളതുമാണ് ഈ കഥ. ഈ കഥയ്ക്ക് 3 മാഹാത്മ്യങ്ങളാണ്. ഭഗീരഥന്റെ കഥയ്ക്ക് 1 വിഷ്ണു മഹാത്മ്യം, 2 പരമശിവന്റെ മഹാത്മ്യം, 3 ഗംഗയുടെ മഹാത്മ്യം. ഇത്രയും മഹത്തായ ഒരു കഥയാണ് ഇനി പറയാൻ പോകുന്നത്. രാംഖത്തോടെ തുടങ്ങുക. രഥേന വായുവേഗേന പ്രശന്തമനുധാവതീം ദേശാൻ പുനന്തി നിർദഗ്ധാൻ ആസിഞ്ചത് ഭഗരത്മജൻ. വായുവേഗേന രഥേന, ആ വായു പോലെ വേഗത്തിലുള്ള രഥത്തിലൂടെ പ്രയാന്തം പോകുന്നവനെ
അനുധാവതി പിന്തുടർന്നുകൊണ്ട് ദേശാൻ പുനന്തി ദേശങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നിർദഗ്ധാൻ അഫിഞ്ചത് ഫകരാത്മജ നിർദഗ്ധന്മാരായ ഫകരപുത്രന്മാരെ ആഫേചനം ചെയ്തു നനച്ചു എന്നത്. ഭഗീരഥൻ അതിവേഗതയിൽ തേരോടിച്ചാണ് ഈ യാത്ര തുടരുന്നത്. ഭൂമിയെ കൂടി പാതാള ലോകത്തിലെത്തുകയാണ്. അങ്ങനെ വായുവേഗത്തിൽ പോകുന്ന രഥത്തെ അനുധാവനം ചെയ്തുകൊണ്ട് താൻ പോകുന്ന വഴികളെയൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് ദേശാൻ പുനന്തി നിർദഗ്ധാൻ ദഹിച്ചുപോയ ഭഗരപുത്രന്മാരെ ആഫിഞ്ചത് നനച്ചു, അവിടേക്ക് വരെ എത്തി എന്നർത്ഥം. രഥേന വായുവേഗേന പ്രയാന്തമനുധാവതീം ദേശാൻ പുനന്തി നിർദഗ്ധാൻ ആഫിഞ്ചത് ഭഗരാത്മജൻ. രഥേന വായുവേഗേന പ്രശാന്തമനുധാവതീം ദേശാൻ പുനന്തി നിർദഗ്ധാൻ ആഫിഞ്ചത് ഭഗരാത്മജാൻ. യജ്ജലസ്പർശമാത്രേണ ബ്രഹ്മദണ്ഡഹതാപി ഭഗരാത്മജാദിവം ജഗ്മു കേവലം ദേഹഭസ്മഭി. യത് ജലസ്പർശമാത്രേണ, യാതൊരു ജലത്തിന്റെ സ്പർശം കൊണ്ട് തന്നെ ബ്രഹ്മദണ്ഡഹത അപി, ബ്രഹ്മഹത്യ എന്ന പാപമുള്ളവർ പോലും, ബ്രഹ്മദണ്ഡം ബ്രഹ്മഹത്യ എന്ന പാപം അതുള്ളവർ പോലും ഫകരാത്മജാഹ, ഈ ഫകരാത്മജന്മാർ ദിവം ജഗ്മുഹു സ്വർഗലോകത്തിലേക്ക് പോയി. കേവലം ദേഹഭസ്മഭി, കേവലമായ ദേഹഭസ്മങ്ങൾ കൊണ്ട്, ഒരു ചെറിയ ജലസ്പർശം കൊണ്ട്. ഫകരപുത്രന്മാർ അവിടെ കിടപ്പുണ്ട്. എങ്ങനെയായിട്ടാണ്? ഭസ്മമായിട്ടാണ് കിടക്കുക. പക്ഷേ പരിശുദ്ധമായ ഗംഗയുടെ സ്പർശം കൊണ്ട് അവരൊക്കെ മുക്തരായിട്ട് സ്വർഗലോകത്തിലേക്ക് യാത്രയായി. യജ്ജലസ്പർശമാത്രേണ ബ്രഹ്മദണ്ഡഹതാപി ഭഗരാത്മജാദിവം ജഗ്മു കേവലം ദേഹഭസ്മഭി. ഭസ്മീഭൂതാംഗഭംഗേന സ്വർയാതാ ഭഗരാത്മജാഃ കിം പുനഃ ശ്രദ്ധയാ ദേവീം യേ സേവന്തേ ധൃതവ്രതാഃ. ഭസ്മീഭൂത അംഗഭംഗേന, ഗംഗയുടെ അംഗം ഭംഗിച്ചതുകൊണ്ട്, ഭസ്മീഭൂതമായ തൻ്റെ ശരീരത്തിൽ, തൻ്റെ ഭസ്മത്തിൽ ഗംഗയുടെ ഭംഗമുണ്ടായതുകൊണ്ട് ശരീരത്തിൽ അവശേഷിക്കുന്നത് എല്ലും ഭസ്മവും മാത്രമേ ഉള്ളൂ. എല്ല് സഞ്ചയനത്തിൽ അത് നിമജ്ജനം ചെയ്യുന്നതാണ് ഭൂമിയിൽ. പിന്നെ ശേഷിക്കുന്ന ഭസ്മം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അടയാളമായി മാത്രം അത് ഒന്നാണ് ചിതാഭസ്മം ഒടുക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നാട് നീളെ ഓടി നടക്കുന്നത്. അതുകൊണ്ടാണ്. എന്തായാലും ഭസ്മീഭൂതമായ തൻ്റെ അംഗഭംഗം കൊണ്ട് സ്വർയാത ഭഗരാത്മജാഹ, ഗംഗയുമായുള്ള ഭംഗമം കൊണ്ട് ഭഗരാത്മജന്മാർ സ്വർഗത്തിലേക്ക് പോയി. സ്വർയാതാഹ, സ്വർഗത്തിലേക്ക് പോയി. കിം പുന, പിന്നാകട്ടെ ശ്രദ്ധയാദേവീം യേ സേവതേം, ശ്രദ്ധയോടുകൂടി ഗംഗാദേവി ആരാണോ സേവിക്കുന്നത്, വ്രതവ്രതാഹം, വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഗംഗയെ ആര് സേവിക്കുന്നുവോ അവർക്ക് സ്വർഗതി ലഭിക്കും എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. കിം പുന ശ്രദ്ധയാദേവി യേ സേവതേ വ്രതവ്രതാഹ. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചിട്ടല്ല, സംസ്കരിച്ചിട്ടല്ല, സഞ്ചയനം കഴിഞ്ഞിട്ടല്ല, ഭസ്മം മാത്രമായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഗംഗയുടെ സ്പർശം കൊണ്ട് പരിപാവനമായി ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിവുള്ളവളാണ് ഗംഗ. അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഗംഗാഷ്ടകം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എന്താണ് നഷ്ടം എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുറപ്പ് പറയാം. ഭസ്മീഭൂതാംഗഭംഗേന സ്വർയാതാ ഭഗരാത്മജാം കിം പുനഃ ശ്രദ്ധയാ ദേവീം യേ സേവന്തേ ധൃതവ്രതാഃ. ഭസ്മീഭൂതാംഗഭംഗേന സ്വർയാതാ ഭഗരാത്മജാഃ കിം പുനഃ ശ്രദ്ധയാ ദേവീം യേ സേവന്തേ ധൃതവ്രതാഃ.
അഹ്യേതത് പരമാശ്ചര്യം ഫർധുന്യായതിഹോദിതം അനന്തചരണാംഭോജ പ്രസൂതായ അവച്ഛിത. നഹി ഏതത് പരമാശ്ചര്യം, ഇതൊരു ആശ്ചര്യമൊന്നുമല്ല. ഏതത് ന പരമാശ്ചര്യം ഹി, നഹ്യേതത് പരമാശ്ചര്യം, ന ഹി ഏതത് പരമാശ്ചര്യം, ഏതത് ന പരമാശ്ചര്യം ഹി, ഇതൊരു പരമമായ ആശ്ചര്യമല്ല തന്നെ. ഫർധുന്യ, ഫർ നദി, ധുനി എന്ന വാക്കിന്റെ അർത്ഥം നദി എന്നാണ്. ഫർധുനി, ഫർഗംഗ, സ്ത്രീലിംഗമായുണ്ട്. എന്റെ തൃതീയ ഏകവചനം ഫർധുന്യ. നദിയോട് ഏത് ഇഹ ഉദിതം, യാതൊന്നൊക്കെ ചേരുന്നുവോ, അനന്തചരണാംഭോജ പ്രസൂതായാ, അനന്തനായ ഭഗവാന്റെ ചരണപൽപ്പത്തിൽ നിന്നും പ്രസവിച്ചുണ്ടായവളായ ഈ ഗംഗ സംസാരസാഗരത്തെ നശിപ്പിക്കുന്നതാണ്. ഭവച്ഛിത, ഭവം സംസാരം, ക്ഷിത ഛേദിക്കാം, ഭവച്ഛിത സംസാരത്തെ ഛേദിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ആശ്ചര്യമില്ല എന്നാ പറഞ്ഞേ. ആരാണോ ഈ ഗംഗയുടെ കഥ പറഞ്ഞത്, അതിൽ ആശ്ചര്യമില്ലാത്തത് ഭഗവാന്റെ ചരണാംഭോജത്തിൽ നിന്നും ഉത്ഭവിച്ച ഗംഗയെ സേവിച്ചാൽ മോക്ഷത്തിലേക്ക് എത്താമെന്നുള്ള ഉറപ്പാണ് എന്നുള്ളതുകൊണ്ട് എന്താശ്ചര്യം. നഹ്യേതത് പരമാശ്ചര്യം ഫർധുന്യായതിഹോദിതം അനന്തചരണാംഭോജ പ്രസൂതായ അവച്ഛിതാം. നഹ്യേതത് പരമാശ്ചര്യം ഫർധുന്യായതിഹോദിതം അനന്തചരണാംഭോജ പ്രസൂതായ ഭവച്ഛിത. പന്യവേശ്യമനോയസ്മിൻ ശ്രദ്ധയാമുനയോ അമലാഹം ത്രൈഗുണ്യം ദുസ്ത്യജം ഹിത്വാ സദ്യോ യാതാസ്തദാത്മതാം. സന്നിവേശ്യമനോയസ്മിൻ, യസ്മിൻ മനോ സന്നിവേശ്യ, ശ്രദ്ധയാ, ശ്രദ്ധയോടുകൂടി, മുനിമാർ, അമലാഹ മുനേഹ, നിർമ്മലന്മാരായ മുനിമാർ, യാതൊരു ഭഗവാനിൽ ശ്രദ്ധയോടെ മനസ്സ് സന്നിവേശിപ്പിച്ചിട്ട് ദുസ്ത്യജം ത്രൈഗുണ്യം, ത്യജിക്കാൻ വിഷമമുള്ള ത്രിഗുണങ്ങളെ, തത്വം, രജസ്, തമസ്, ഇത് മൂന്നും നമുക്ക് വിടാൻ പറ്റില്ല. പറ്റും, ദുസ്ത്യജമാണ്, അത്യജം അല്ല, ത്യജിക്കാൻ പറ്റാത്തല്ല. അപ്പൊ ദുസ്ത്യജം ഹിത്വ, ഉപേക്ഷിച്ചിട്ട്, സദ്യ, പെട്ടെന്ന്, യാതാഹ, എത്തിച്ചേരും, തദാത്മതാം, ആ പരമാത്മസ്വരൂപനായ ഭഗവാന്റെ ചൈതന്യവുമായി പ്രാപിച്ചവരായി തീരും എന്നുള്ളതിൽ സംശയമില്ല. നിർമ്മലന്മാരായ മുനിമാർ ശ്രദ്ധയോടുകൂടി മനസ്സ് ഭഗവാനിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ദുസ്ത്യജമായ ത്രിഗുണങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വളരെ വേഗം ആ ഭഗവത് സ്വരൂപത്തിലേക്ക് ലയിക്കുന്നു. സന്നിവേശ്യമനോയസ്മിൻ ശ്രദ്ധയാമനയോ മലാ ത്രൈഗുണ്യം ദുസ്ത്യജം ഹിത്വാ സദ്യോ യാതാത്മതാം. സന്നിവേശ്യമനോയസ്മിൻ ശ്രദ്ധയാമനയോ മലാഹം ത്രൈഗുണ്യം ദുസ്ത്യജം ഹിത്വാ സദ്യോ യാതാത്മതാം. ശ്രുതോ ഭഗീരഥാജ്ഞാ ഭഗീരഥജ്ഞേ തസ്യ നാഭോവരോ ഭവത് സിന്ധുദ്ദീപസ്തതസ്തസ്മാത് അയുധായുസ്തതോ ഭവത്. ശ്രുത, കേട്ടിട്ട്, അല്ലെങ്കിൽ ശ്രുതൻ എന്നുള്ളൊരു പുത്രന്റെ പേരാണ്. ഭഗീരഥാത് ജജ്ഞെ, ഭഗീരഥന്റെ പുത്രനായിട്ട് ശ്രുതൻ എന്നു പേരുള്ള രാജാവ് ഉണ്ടായി. തസ്യ നാഭോ അപരോ അഭവത്, അവനിൽ നിന്നും, തസ്മാത്, അവനിൽ നിന്നും, അയുതായുഹു, 1000 വർഷം, 10000 വർഷം ആയുസ്സുള്ള നാഭൻ എന്ന രാജാവ് ഉണ്ടായി. സിന്ധുദ്വീപ തതഃ തസ്മാത് അയുധായുധസ്തതോ ഭവത്. ഭഗീരഥപുത്രനായിട്ട് സുതനുണ്ടായി, സുതന്റെ പുത്രനായിട്ട് നാഭനുണ്ടായി, ആ നാഭന്റെ പുത്രനായിട്ട് സിന്ധുദ്വീപനുണ്ടായി, അവന് 10000 വയസ്സ് ആയുസ്സും ഉണ്ടായിരുന്നു.
ഭഗീരഥന്റെ ചരിത്രത്തെയും ഗംഗാവതരണവും പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഭഗീരഥന്റെ വംശത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗീരഥനുണ്ടായ പുത്രനാണ് ശ്രുതൻ. അവന് നാഭൻ എന്ന പുത്രനുണ്ടായി. അവന്റെ പുത്രനാണ് സിന്ധുജീവൻ. അവന്റെ പുത്രൻ ഐതായുസ് എന്ന പേരായവൻ. ഇങ്ങനെ 4 പരമ്പരകളെ കുറിച്ച് പറഞ്ഞു. ശ്രുതോ ഭഗീരഥാജ്ഞേതസ്യ നാഭോപരോഭവത് സിന്ധുദ്വീപസ്തതസ്തസ്മാത് അയുതായുസ്തതോഭവത്. ശ്രുതോ ഭഗീരഥാജ്ഞേതസ്യ നാഭോപരോഭവത്. നാഭോ അപരോ അഭവെന്നാണ് കുറിച്ചുമ്പോൾ നാഭോപരോഭവത് എന്നിടത്ത് പ്രശേഷം വേണം. സിന്ധുദ്വീപസ്തതസ്തസ്മാത് അയുതായുസ്തതോഭവത്. സിന്ധുദ്വീപൻ തസ്മാത് അവനിൽ നിന്നും ഐതായുസ് എന്ന പുത്രൻ ഉണ്ടായി. ഋതുപർണോ നാളഫഖോ യോ അശ്വവിദ്യാം അയന്നളാത് തത്വാക്ഷഹൃദയം ചാസ്മൈ പർവകാമസ്തു തത്ഫുതാം. ഋതുപർണഃ നാളഫഖ. ഋതുപർണൻ എന്ന രാജാവ് നാളഹ നളനെ സംബന്ധിച്ച ആ നളന്റെ ബന്ധുവായി തീർന്ന ഋതുപർണൻ, നാളഫഖനായ ഋതുപർണൻ, നളനെ സംബന്ധിച്ച് സുഹൃത്തായ ഋതുപർണൻ യാതൊരുവൻ അശ്വവിദ്യാം അയാത് നളാത്. നളാത് നളിൽ നിന്നും അശ്വവിദ്യയെ അയാത് നേടിയെടുത്തു. നളിൽ നിന്നും അശ്വവിദ്യ നേടിയെടുത്തു. ദത്വ അക്ഷഹൃദയം ച അസ്മൈ. അസ്മൈ അക്ഷഹൃദയം ച ദത്വ. അസ്മൈ അവനായിക്കൊണ്ട്, ഋതുപർണനായിക്കൊണ്ട്, അക്ഷഹൃദയം ച ദത്വ അക്ഷഹൃദയത്തെ കൊടുത്തിട്ട് സർവകാമസ്തു തത്സുത. അവന്റെ പുത്രൻ, ഋതുപർണന്റെ പുത്രൻ സർവകാമൻ എന്ന് നളോപാഖ്യാനം എന്നുള്ള കഥ വളരെ ചുരുക്കി ഋതുപർണന്റെ കഥ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥ നിങ്ങൾക്ക് പരിചിതമായ കഥയായതുകൊണ്ട് ആ കഥ വിസ്തരിച്ച് പറയുന്ന കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ? ഞാൻ വീണ്ടും ആവർത്തിക്കണോ? ധാരാളം കേട്ട് ഇത് ഈ അവസാനത്തെ ഭാഗത്താണ് ഈ ഋതുപർണന്റെയും അശ്വഹൃതവും അക്ഷഹൃതയും ഒക്കെ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? അത് ഇനി പറയണോ? ഇതിനെ അവലംബിച്ചല്ലയോ സാറേ മഹാകാവ്യം? ആ അതെ, ഇതിനെ അവലംബിച്ച് മഹാകാവ്യം. മഹാകാവ്യത്തെ അവലംബിച്ച ആട്ടക്കഥ. പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ല, കാരണം സുപരിചിതമായിട്ടുള്ള നവചരിത ആട്ടക്കഥയിലെ അവസാനത്തെ ഭാഗത്താണ് ഈ കൈമാറ്റം. അശ്വഹൃദയവും അക്ഷഹൃദയവും പരസ്പരം കൈമാറിയിട്ടാണ് നളനും കലിബാധ അകന്നു പോകുന്നത്. ആ കഥ എൻ്റെ അകത്ത് പരാമർശിക്കുന്നുണ്ട്. നളന് കലിബാധയേറ്റതും അതുകൊണ്ട് സംഭവിച്ച പോരായ്മകളും, ഏറ്റവും ഒടുവിൽ തേരോടിച്ചു പോകുമ്പോൾ ആ തേരിന്റെ വേഗത കണ്ടിട്ട് നളനോട് ഇതെന്ത് വിദ്യയാണ്? അശ്വഹൃദയം എന്ന വിദ്യയാണ്. ഈ മന്ത്രം എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തരാം, പക്ഷെ പകരം ഒരു മന്ത്രം തീർന്നവർക്കേ കൊടുക്കാൻ പറ്റൂ. ഇതാണ് ആ വ്യവസ്ഥ. എന്താണ്? ഒന്നുമില്ല സാർ, വേറെന്തോ ശബ്ദം വന്നത്. അത്രേ ഉള്ളൂ. അതായത് വ്യവസ്ഥ. അപ്പൊ ആകപ്പാട് ഋതുപർണൻ അറിയാവുന്ന ഒരു മന്ത്രമാണ് അക്ഷഹൃദയം. അക്ഷഹൃദയം കേട്ടാൽ അത് അക്ഷവും ഹൃദയവുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു മരത്തിന്റെ ഇല എത്രയുണ്ടെന്ന് താഴെ നിന്നാൽ എണ്ണാം, അത്രേ ഉള്ളൂ. അതിന്റെ പേരാണ് അക്ഷഹൃദയം. ഇതൊരു മന്ത്രം കൊണ്ടാണ്. ഈ മന്ത്രവിദ്യ അറിയാം. ഇത് പരസ്പരം കൈമാറും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം. ഋതുപർണൻ
നളന്റെ സഖാവായി തീർന്നു. ദമയന്തി സ്വമരത്തിന് വേണ്ടി നളനാണ് തേരാളിയായിട്ടും പാചകക്കാരനായിട്ടും ദമയന്തിയുടെ ഗൃഹത്തിലേക്ക് തേര് ഓടിച്ചു പോകുന്നത്. ഇതെല്ലാം നളചരിതം കഥയിൽ നിങ്ങൾക്ക് ധാരാളം പരിചിതമാകും. അതുകൊണ്ട് ഞാൻ ആ കഥ വിസ്തരിച്ച് പറയുന്ന കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പോവാം. ഋതുപർണോ നാളഫകോ യോ അശ്വവിദ്യാം അയാന്നറാത് ദത്വ അക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തത്സുതാം. ഋതുപർണോ നാളഫകോ യോ അശ്വവിദ്യാമയന്നറാത് ദത്വ അക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തത്സുതാം. തത്സുതഃ സർവകാമ. ഋതുപർണന്റെ പുത്രൻ സർവകാമൻ. തതഃ സുദാമസ്തത്പുത്രോ മദയന്തി പതിർനൃപാം ആഹുർമിത്രസഹം യം വൈ കൽമാഷാഘ്രിമുത ക്വചിത് വസിഷ്ഠശാപാതിരക്ഷോഭൂത് അനപത്യസ്വകർമ്മണാം. തതഃ അനന്തരം സുദാസഃ തത്പുത്രഃ അവനിൽ നിന്നും ഒരു പുത്രനുണ്ടായി. സുദാഫഃ തത്പുത്രോ മദയന്തീപതിർ നൃപ. അവൻ മദയന്തീപതിയാണ്, മദയന്തിയുടെ ഭർത്താവാണ്. സർവകാമനിൽ നിന്ന് സുദാഫൻ എന്ന പേരുള്ള പുത്രനുണ്ടായി. അവന്റെ പുത്രന്റെ പേര് ഫൗദാഫൻ എന്നാണ്. സുദാഫന്റെ പുത്രന്റെ പേര് ഫൗദാഫൻ. തതഃ സുദാഫഃ തത്പുത്രഃ അവന്റെ പുത്രൻ ഫൗദാഫൻ. ആ ഫൗദാഫൻ മദയന്തിയുടെ ഭർത്താവായ മിത്രഫഹൻ എന്നും കൽമാഷവാദൻ എന്നും പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ദമയന്തി അല്ല, മദയന്തി. നമുക്ക് ഒരക്ഷരം തിരിച്ചിട്ടാൽ മതി, പേര് മാറി. മദയന്തി പതിയാണ്. ആര്? ഫൗദാഫ്. ഹേ നൃപ, സംബോധനയാണ്. അല്ലയോ രാജാവേ. ആഹുഹു മിത്രഫഹം യം വൈ. അവനെ തന്നെ മിത്രഫഹൻ എന്നും വിളിക്കും, കൽമാഷാഘ്രിൻ എന്നും വിളിക്കും. ഉദ ക്വചിത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രണ്ടുപേരും അവനെ വിളിക്കും. മദയന്തിപതിയായ ഫൗദാഫനെ മിത്രഫഹൻ എന്നും കൽമാഷാഘ്രി എന്നും രണ്ടു പേരുകൾ കൂടിയുണ്ട്. വസിഷ്ഠശാപാതിരക്ഷോഭൂത് അനപത്യസ്വകർമ്മണ. വസിഷ്ഠന്റെ ശാപം കൊണ്ട് അദ്ദേഹം രാക്ഷസനായി ഭരിച്ച് അനപത്യനായി, സ്വന്തം കർമ്മം കൊണ്ട് തന്നെ. സ്വകർമ്മണ, തന്റെ തന്നെ കർമ്മദോഷം കൊണ്ട് പുത്രനില്ലാത്ത ആ രാജാവ് വസിഷ്ഠന്റെ ശാപം കൊണ്ട് രക്ഷസായിട്ട് ഭവിച്ചു. എന്നിങ്ങനെ ആ കുടുംബ ചരിത്രത്തിന്റെ കഥ ഒന്ന് വിസ്തരിച്ച് ഓരോ വരി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മളത് കേട്ടിരുന്നാൽ മാത്രം മതി. തദാഫ സുദാഫ തത്പുത്രോ മദയന്തീപതർനൃപാം ആഹുർമിത്രഫഹം യം വൈ കൽമാഷാഘ്രിമുതക്വജ വസിഷ്ഠശാപാദൃക്ഷോഭൂത് അനവത്യസ്വകർമ്മണാം. തദസുദാഫസ്തത്പുത്രോ മദയന്തീപതർനൃപാം ആഹുർമിത്രഫഹം യം വൈ കൽമാഷാഘ്രിമുതക്വചിത് വസിഷ്ഠശാപാദൃക്ഷോഭൂത് അനപത്യസ്വകർമ്മണാം. എന്നിങ്ങനെ ആ ഫൗദാഫിന്റെ കഥ, രണ്ടു പേര് കിട്ടിയ കഥയും പറഞ്ഞ് വസിഷ്ഠശാപം കൊണ്ട് സ്വന്തം കർമ്മദോഷണ്ടികൾ രാക്ഷസനായി ഭവിച്ചു എന്നും പറഞ്ഞു നിർത്തിയപ്പോൾ രാജാവ് കടന്നൊരു ചോദ്യം ചോദിച്ചു. രാജോവാച കിന്നിമിത്തോ ഗുരു ശാപ ഫൗദാഫസ്യ മഹാത്മനാം ഏതദ്വേദി നിമിച്ഛാമ കഥ്യതന്നരഹോയതി. പിള്ളേര് ചോദിക്കുന്നത് തന്നെയാണ്. വസിഷ്ഠശാപം കൊണ്ട് രാക്ഷസനായി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? എന്താ കാരണം വസിഷ്ഠൻ ശപിക്കാൻ?
രക്ഷസായിട്ട് മാറട്ടെ എന്ന് ശപിക്കുന്ന കാരണം എന്താണ് എന്ന്. കിന്നിമിത്തോ, എന്ത് കാരണം കൊണ്ടാണ്? ഗുരു ശാപ, വശിഷ്ഠ ഗുരുവിന്റെ ശാപം എന്തിനു വേണ്ടിയാണ്? ആർക്ക്? സൗദാസ്യ മഹാത്മന്. ഏതത് വേദിതമിച്ഛാമ, ഇതറിയാൻ ആഗ്രഹിക്കും. ഏതത് വേദിതമിച്ഛാമ കഥ്യതാം നരഹു. രഹസ്യം അല്ലെങ്കിൽ പറയും. അതൊന്നും എല്ലാവരും പറയാൻ പറ്റാത്തായിരിക്കും. അങ്ങനെയാണെ പറയണ്ട. രഹോ ന യതി രഹ, രഹസ്യം അല്ല എങ്കിൽ കഥ്യത പറയും. കിന്നിമിത്തോ ഗുരോ ശാപ സൗദാഭസ്യ മഹാത്മനാം ഏതദ് വേദിതുമിച്ഛാമ കഥ്യതം നരഹോ യതി. കിന്നിമിത്തോ ഗുരോ ശാപ സൗദാഭസ്യ മഹാത്മനാം ഏതദ് വേദിതുമിച്ഛാമ കഥ്യതം നരഹോ യതി. ശ്രീശുകോവാച. ഇനി ശുകൻ ചോദിച്ചല്ലോ, ചോദിച്ച വാക്ക് പറയണം, ഇല്ലെങ്കിൽ വിടാം. കേൾവിക്കാരുടെ ജിജ്ഞാസ, ഞാൻ മുമ്പ് ചോദിച്ചില്ലേ, നളയിരുതം കഥ പറയണോ, നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടോ, അറിയാമോ, അക്ഷരഹൃദയം അക്ഷരഹൃദയമൊക്കെ പരിചിതമാണോ? ഈ കഥ പറയൂ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അത് ജിജ്ഞാസ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഇപ്പോൾ പരീക്ഷത്ത് ജിജ്ഞാസയോട് ചോദിച്ചപ്പോൾ ശുകബ്രഹ്മർഷി കഥ പറയാൻ പറഞ്ഞു. ബാക്കി പൗദാസോ മൃഗയാം കിഞ്ചിത് ചരൻ രക്ഷോ ജഘാനഹാം മുമോജ ഭ്രാതരം ഭോതഗത പ്രതിചികുർഷയാം സചിന്തയൻ നഖം രാജ്ഞ ഭൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തുകാമായ പക്വാന്നിന്യേ നരാമിഷം. ശ്രീദേവിയാണോ അൺമ്യൂട്ട് ചെയ്ത്? റബ്ബർ ബോട്ടിന്റെ കഥയെല്ലാം കേൾക്കാൻ. സൗദാസൻ എന്ന രാജാവ് മൃഗയാം കിഞ്ചിത് ചരൻ, വേട്ടയാടി കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ രക്ഷോ ജഖാനഹ, ഒരു രക്ഷസിനെ കൊന്നുകളഞ്ഞു. രാക്ഷസൻ എന്നർത്ഥം. ജഖാന കൊന്നു. മുമോച ഭ്രാതരം ഫോധഗത പ്രതിചികുർഷയ, അവന്റെ സഹോദരനെ വധിക്കാതെ വിട്ടയച്ചു. ഈ രാക്ഷസരെ മുമോച, മോചിപ്പിച്ചു. ഭ്രാതരം, സഹോദരനെ കൊന്നില്ല. ഫോധ, അവനാകട്ടെ ഗതഃ, പോയി. പ്രതിചികിത്സയ, പ്രതികാര ഇച്ഛയോടെ ആ രാക്ഷസന്റെ അനുജൻ മടങ്ങിപ്പോയി. സചിന്തയൻ നഖം രാജ്ഞ, അവൻ ആലോചിച്ചിട്ട് രാജാവിനൊരു ദോഷം ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. സചിന്തയൻ നഖം രാജ്ഞ, എങ്ങനെയാണ്? ഭൂതരൂപധരോ ഗൃഹേ, ഒരു വെപ്പുകാരന്റെ വേഷത്തില് രാജാവിന്റെ വീട്ടിൽ പ്രവേശിക്കണം. ഭൂതരൂപൻ, വെപ്പുകാരൻ, പാചകക്കാരന്റെ പേരാണ്. ഭൂതം എന്ന വാക്കിന്റെ അർത്ഥം പരിപ്പെന്നാണ്. ഇവിടെ ഭൂതരൂപധരൻ എന്ന് വെച്ചാൽ പരിപ്പ് മുതലായ കറികൾ ഉണ്ടാക്കുന്ന രൂപം സ്വീകരിച്ചിരിക്കുന്നവൻ. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓരോ രൂപം മാറും. ചിലപ്പം അടുക്കളയിലെ പാചകക്കാരാകും, ചിലപ്പം മിറ്റം തൂക്കുന്ന തൂപ്പുകാരാകും, ചിലപ്പം തുണി നനയ്ക്കൽക്കാരാകും, ചിലപ്പോൾ അതിഥികൾ സൽക്കരിക്കുന്ന ആതിഥേയന്മാരാകും. നമ്മൾ മാറുക തന്നെ. അങ്ങനെ ഭൂതരൂപധരു ഗൃഹേ, ഈ സൗദാസൻ എന്ന രാജാവിന്റെ വീട്ടിലെ ഒരു പാചകക്കാരന്റെ വേഷത്തിൽ നുഴഞ്ഞു കയറി പ്രവേശിച്ചു. ഒരു ദിവസം ഈ സൗദാസൻ തന്റെ ഗുരുവായ വസിഷ്ഠന് ഭക്ഷണം ഒരുക്കാൻ ക്ഷണിച്ചു, ഭിക്ഷ കൊടുക്കാൻ. അദ്ദേഹം വന്നിരുന്നപ്പോൾ ഗുരവേ ഭോക്തുകാമായ, ഭുജിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന ഗുരുവിനായിക്കൊണ്ട് പക്വാ നിന്നെ നരാമിഷം, പചിച്ച മനുഷ്യമാംസത്തെ നിന്നെ നയിച്ചു. പക്വ എന്ന് വെച്ചാൽ പചിച്ചിട്ട്,
നിന്നെ നയിച്ചു എത്തിച്ചു. നരാമിഷം മനുഷ്യമാംസം. ഇയാൾ രാക്ഷസനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ഒത്തിരി ആശങ്കയുണ്ടാക്കുന്ന ഒരു കഥയാണിത്. അന്ന് മാംസം കഴിച്ചിരുന്നോ, ഭക്ഷ്യത്തിന് കൊടുക്കാൻ പറ്റുമോ, ഒന്നുമല്ല. ഭക്ഷ്യത്തിന് കൊടുക്കണമെന്ന് വിചാരിച്ചല്ല, രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയ. മാംസം ആർക്കും കൊടുക്കില്ല. മാംസം കൊടുത്താൽ അത് ദോഷമാണ്, പാപമാണ്. അത് കൊടുക്കുന്ന ആളിനെ ബാധിക്കും. അതുകൊണ്ട് രാജാവിന് ഈ ദോഷം ഉണ്ടാവട്ടെ എന്ന് കരുതി, രാക്ഷസനായതുകൊണ്ട് നരമാംസത്തിന് വിഷമമൊന്നുമില്ല, എവിടുന്നോ ചെന്ന് അത് ഒപ്പിച്ച് ഗുരുവിന് ഭുജിക്കാനായി കൊടുത്തു. സൗദാഫോ മൃഗയാം കിഞ്ചിത് ചരൻ രക്ഷോ ചഖാനഹാം മുമോച ഭ്രാതരം ഭോതഗത പ്രതിചികീർഷയാം സചിന്തയന്നഖം രാജ്ഞൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തകാമായ പക്വാ നിന്നേതരാമിഷം. സചിന്തയന്നഖം രാജ്ഞൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തകാമായ പക്വാ നിന്നേതരാമിഷം. പരിവക്ഷ്യമാണം ഭഗവാൻ വിലോക്യ അഭക്ഷ്യമഞ്ജസാം രാജാനമസവത്കൃത്തോ രക്ഷോഹേവം ഭവിഷ്യസി. പരിവീക്ഷ്യമാണം കണ്ടുകൊണ്ട് ഭഗവാൻ വസിഷ്ഠൻ വിലോക്യ നോക്കിയിട്ട് അഭക്ഷ്യം അഞ്ജസ. മാംസഭക്ഷണം അഭക്ഷ്യമാണ്. അഞ്ജഫ പെട്ടെന്ന് ഇത് കണ്ടിട്ട് രാജാനം അശപ സൗദാസിനെ ശപിച്ചു. ക്രുദ്ധനായിട്ട് രക്ഷോഹ്യേവം ഭവിഷ്യതി, ഇങ്ങനെ രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. ഇതാണ് വസിഷ്ഠശാപാത് രക്ഷോഭൂത് എന്ന് ഇപ്പോഴത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ കഥ വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. പരിവേക്ഷ്യമാണം ഭഗവൻ വിലോക്യ അഭക്ഷ്യമഞ്ജസാം രാജാനമശപത്കൃത്തോ രക്ഷോ ഹേവം ഭവിഷ്യസി. പരിവേക്ഷ്യമാണം ഭഗവൻ വിലോക്യ അഭക്ഷ്യമഞ്ജസാം രാജാനമശപത്കൃത്തോ രക്ഷോ ഹേവം ഭവിഷ്യസി. രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ ദ്വാദശവാർഷികം സോപ്യപോഞ്ജലിനാദായ ഗുരും ശക്തിം സമുദ്യതാം. രക്ഷകൃതം, രാക്ഷസനാൽ ചെയ്യപ്പെട്ടത്. തത് വിദിത്വ, അതറിഞ്ഞിട്ട് ചക്രേ ദ്വാദശവാർഷികം 12 വർഷം കൊല്ലത്തേക്ക് മാത്രമാണ് എന്ന് ഈ ശാപത്തിനൊരു ഇളവ് ചെയ്തു. ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ പാവൻ രാജാവ് ഇതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ശപിച്ചത് ശരിയായില്ല എന്ന് ശാപമോക്ഷം കൊടുത്തേക്കാം. കാലാവധി എത്രയാണ്? 12 വർഷം. രാക്ഷസനോട്ടത്തെ അപ്പത്തിനെ അയക്കുന്നു. 12 വർഷം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ രക്ഷകൃതം തദ്വിദിത്വ, ഇത് രാക്ഷസൻ നുഴഞ്ഞു കയറി ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കി വെച്ച കവളിപ്പീരായിരുന്നു അറിഞ്ഞിട്ട് 12 വാർഷികം ചക്രേ, 12 വർഷമായിട്ട് ചെയ്തു, ചക്രേ ചെയ്തു. സോപി അപ്പോ അഞ്ജലിന ആദായ, അവനാകട്ടെ വെള്ളം കയ്യിലെടുത്തിട്ട് ഗുരും ശപ്തും സമുദ്യത, ഗുരുവിനെ ശപിക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ ഈ ശാപത്തെ ചുരുക്കിയെങ്കിലും ഈ സൗദാസൻ വെള്ളം കയ്യിലെടുത്ത് ഗുരുവായ വസിഷ്ഠനെ ശപിക്കാൻ വേണ്ടി. കാരണം തനിക്കൊരു ദിവസം പോലും രാക്ഷസനായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. താൻ തെറ്റും ചെയ്തിട്ടില്ല. തന്നെ കബളിപ്പിച്ച് ഒരാൾ കൊണ്ടു കൊടുത്തു, താൻ വിളമ്പി കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ആരോപിതമായ കുറ്റമാണ്, യഥാർത്ഥത്തിൽ ചെയ്തതല്ല. അറിഞ്ഞുകൊണ്ടല്ല, താൻ അറിയാതെയാണ്. അപ്പൊ വെറുതെ വിടേണ്ടതാണ്. അതിനാണ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം തിരിച്ചു ശപിക്കാൻ തുടങ്ങി. രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ 12 വാർഷികം സ്വപ്യപോഞ്ജലിനാദായ ഗുരും ശപ്തും സമുദ്യതാം. രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ 12 വാർഷികം സ്വപ്യപോഞ്ജലിനാദായ ഗുരും ശപ്തും സമുദ്യതാം.
വാരിതോ മദയന്ത്യാവോ ഋഷതീ പാദയോർജഹൗ വിശഖമവനീം സർവം പശ്യൻ ജീവമയം നൃപാം. വാരിത തടയപ്പെട്ടു, മദയന്ത്യ മദയന്തിയാൽ തടയപ്പെട്ടിട്ടും, ആപഹ വെള്ളത്തെ, ഋഷതീഹി പാദയോർജഹൗ മദയന്തി രാജാവിനെ തടഞ്ഞിട്ടും ആ വെള്ളം, ആ തീക്ഷ്ണമായ വെള്ളം, മദയന്തി ആപോഹു ഉഷതീഹി രുഷതിയായ തീക്ഷ്ണമായ വെള്ളത്തെ, പാദയോഹു ജഹൗ പാദങ്ങളിൽ ഉപേക്ഷിച്ചു. ദിശഖം അവനിയും സർവം ദിക്കിലേക്ക്, ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക് എല്ലാം പശ്യൻ കണ്ടുകൊണ്ട് ജീവമയം നൃപഃ രാജാവ് ജീവമയമായ ആ ഭൂമിയെയും ആകാശത്തെയും എല്ലാം ജീവസ്വരൂപമായിട്ട് കാണുന്നവനായിട്ട് അത്യധികമായ കോപത്തോടെ തീക്ഷ്ണമായ ജലത്തെ തൻ്റെ കാലിലേക്ക് തളിച്ചു. ഗുരുശാപത്തെ തടുക്കാൻ നിവൃത്തിയില്ല, അത് സ്വീകരിച്ച പറ്റി. പക്ഷെ പകരം ഗുരുവിനെ ശപിക്കുന്നത് അനർത്ഥമാണ്, ശരിയാണ്, അങ്ങനെ ആരും ചെയ്യാറുമില്ല. ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ കൊന്നുകളിമാരും കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ ചെയ്യാറുണ്ട്, ശപിക്കാറില്ല. അന്ന് കൈക്കും കാലിനും പകരം ചെയ്തിട്ടൊക്കെ ഇതായിരുന്നു, ശാപമായിരുന്നു. ഇതും അനർത്ഥമാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് അല്പസമയത്തെ വിവേകം ഈ രാജാവിനുണ്ടായി, സൗദാസൻ. അങ്ങനെ അറിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ അത് വിലക്കി, ചെയ്യരുത്. പക്ഷെ ശപിക്കാനായിട്ട് വെള്ളം കയ്യിലെടുത്ത് പിടിച്ച് ആ ജലം ഉഗ്രമായി പരിണമിച്ചത് കൊണ്ട് ആ ജലത്തെ എവിടെയെങ്കിലും എറിഞ്ഞു കളഞ്ഞേ പറ്റുള്ളൂ. കാരണം ശപിക്കാൻ കയ്യിലെടുത്ത വെള്ളമാണ്, ഇതിനെ എവിടെയും ഭരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ദിക്കിലും ആകാശത്തും ഭൂമിയും ജീവമയമായിരിക്കുന്ന ആ ശാപോദകത്തെ അവിടെ ഒന്നും ഒഴിക്കാൻ പാടില്ല. ഈ കയ്യിലിരുന്ന വെള്ളം താഴെ കളഞ്ഞാൽ ഭൂമി വീഴും, പുറത്തേക്ക് ഇങ്ങനെ തെറിപ്പിച്ചു വിട്ടാൽ അന്തരീക്ഷത്തിൽ വീഴും, ആകാശത്തേക്ക് എറിഞ്ഞാൽ ആകാശത്ത് വീഴും. എവിടെ വീണാലും ഈ ശാപം ഫലിക്കും. ഇത് പാപമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇത് കണ്ടിട്ട് തൻ്റെ കാലിൽ തന്നെ ഇതൊഴിച്ചു. തൻ്റെ ധർമ്മപത്നിയുടെ വാക്യത്തെ അംഗീകരിച്ചുകൊണ്ട് മിത്രസഹൻ എന്നൊരു പേര് കിട്ടി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേരുണ്ടാവാൻ കാരണം എന്ന് ആ പേരിന്റെ കാരണത്തെക്കുറിച്ചുള്ള കഥയൊന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് 2 പേരുണ്ടായി എന്നാണ് മുമ്പിലത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ 2 പേര് എന്നുള്ള ഒരു കാരണം, അതിന്റെ കാരണമാണ് ശാപം കൊണ്ടുണ്ടായതാണ് മിത്രഫഹൻ എന്നും കൽമാഷാങ്ക്രി എന്നും 2 പേരുണ്ട്. മിത്രഫഹൻ തൻ്റെ മിത്രമായ ഭാര്യയുടെ വാക്ക് ഭജിച്ചവൻ, കൽമാഷാങ്ക്രി കാലിൽ പാപം ബാധിച്ചവൻ, അംഘ്രിയിൽ ഈ ശാപത്തെ ബാധിച്ചവൻ. കാല് മാത്രം രാക്ഷസനെ പോലാവും, ബാക്കിയൊന്നും. എന്തൊക്കെ കഥകളാണ്! ശാസ്ത്രമോ സമ്പൂർണമായിട്ടും അനുവദിച്ച രഹസ്യങ്ങളാണ് ഈ കഥ മുഴുവൻ. വെറും പൊട്ടക്കഥയല്ല ഇത്. ഇന്നുണ്ടാകുന്ന എത്രയോ കുട്ടികളിൽ ഈ വക വൈലക്ഷണ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാലിൽ, കയ്യിൽ, ശിരസിൽ, ദേഹത്തിൽ, ഉടലിൽ ഒക്കെ ഇങ്ങനെയുള്ള വൈലക്ഷണ്യങ്ങൾ, വൈകൃതങ്ങൾ, രാക്ഷസീയമായ ഭാവങ്ങൾ, പൈശാചിക രൂപങ്ങൾ ഒക്കെ കാണാം. ഇത് ശാപം കൊണ്ട് സംഭവിച്ചാണ് എന്ന് മാത്രം.
വാരിതോ മദയന്ത്യാവോരുഷതി പാദയോർജഹൗ നിശഗ്ഗമവനിം സർവം പശ്യൻ ജീവമയം നൃപാം. വാരിതോ മദയന്ത്യാവോരുഷതി പാദയോർജഹൗ നിശഗ്ഗമവനിം സർവം പശ്യൻ ജീവമയം നൃപാം. രാക്ഷസം ഭാവമാപന്ന പാദേ കൽമാഷതാം ഗതാം. വ്യവായകാലേ ദദൃശേ വനൗകോ ദമ്പതീ ജഹൗ ദമ്പതീ ദ്വിജൗ. രാക്ഷസം ഭാവം ആപന്ന പാതേ, കാലിൽ രാക്ഷസന്റെ ഭാവം ഉണ്ടായി. അങ്ങനെ എന്തായി? കൽമാഷപാതൻ ആയി. കൽമഷതാം ഗത, കറുപ്പ് നിറമായി കാലിൽ, രാക്ഷസന്റെ നിറം. വ്യവായ കാലേ ദൃശ്യേ, മൈഥുനകാലത്തിൽ, വ്യവായകാലം മൈഥുനകാലം, രതി ചേരുന്ന കാലത്ത്, ദദിശെ കണ്ടു, വനൗകോ ദമ്പതി ദ്വിജൗ, വനത്തിൽ വസിക്കുന്ന ദ്വിജദമ്പതികളെ ഈ മിഥുനകാലത്തിൽ കണ്ടു. ഇവർ ശാപമേക്കാതിരിക്കാൻ പറ്റില്ല, അത് ഏറ്റു. കാരണം ശാപത്തിനുള്ള വെള്ളം കയ്യിലെടുത്തതാണ്. അത് കാലിലേക്ക് വെച്ചു, കാല് കറുത്തതായി, കൽമാഷവാദനായി. ഒരു ശാപം കൊണ്ട് രാക്ഷസനായിട്ട് ഭവിച്ചു. ഇനി കർമ്മദോഷം കൊണ്ട് അനപത്യനായി ഭവിച്ചു എന്ന് പറഞ്ഞതിനെ വിവരിക്കുകയാണ്. ഈ രണ്ടു പേരുമുണ്ട്. അനപത്യനുമായി രാക്ഷസനായിട്ട് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ വസിക്കുന്ന ബ്രാഹ്മണ ദമ്പതികളെ മൈഥുനകാലത്തിൽ കണ്ടു. കാട്ടിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ ബ്രാഹ്മണ ദമ്പതിമാർ ആ കാട്ടിൽ ഒരിടത്ത് കിടന്ന് മൈഥുനം ചെയ്യുന്ന കാഴ്ച കണ്ടു. രാക്ഷസം ഭാവമാപന്ന പാദേ കൽമാഷതാം ഗതാം. വ്യവായകാലേ ദൃശേവനൗകോ ദമ്പതി ദ്വിജൗ. രാക്ഷസം ഭാവമാപന്ന പാദേ കൽമാഷതാം ഗതാം. വ്യവായകാലേ ദൃശേവനൗകോ ദമ്പതി ദ്വിജൗ. ക്ഷുധാർത്ഥോ ജഗൃഹേ വിപ്രം തത്പത്ന്യാഹ ഗതാർത്ഥവത്. ന ഭവൻ രാക്ഷസ സാക്ഷാദിക്ഷ്വാകൂണം മഹാരഥ. മദയന്ത്യ പതിർവീര നാധർമ്മം കർത്തുമർഹസി. യതി മേ പത്യകാമായ അഗതാർത്ഥം പതിം ദ്വിജം. ദേഹോയം മാനുഷോ രാജൻ ഋഷഭ്യഖിലാർത്ഥതാം. ആ സമയത്ത് രാക്ഷസ സ്വരൂപനായ രാജാവിന് വിശപ്പ് കൊണ്ട് തളർന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷിക്കാനായി ബ്രാഹ്മണനെ പിടിച്ചു. ക്ഷുധാർത്തോ, വിശപ്പ് കൊണ്ട് ദുഃഖിതനായിട്ട്, ജഗർഹേ പിടിച്ചു, വിപ്രം വിപ്രനെ. വിപ്രനും വിപ്രപത്നിയും കൂടി രതിലീലയിൽ സന്താന ഉത്പാദനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് കൂടിയിട്ട് ബ്രാഹ്മണനെ പിടിച്ച് ഭക്ഷിക്കും. തത്പത്നിയ ആഹ, അവന്റെ പത്നിയാൽ പറയപ്പെട്ടു, അകൃതാർത്ഥവത്, കൃതാർത്ഥയാകാത്തത് കൊണ്ട്. രതിലീല ആരംഭിച്ചതേ ഉള്ളൂ, പുത്രസമ്പാദനത്തിനുള്ള കൃതാർത്ഥത ആയിട്ടില്ല. അകൃതാർത്ഥയെ പോലെ അവൾ ഇങ്ങനെ പറഞ്ഞു, ന ഭവാൻ രാക്ഷസ, അങ്ങ് സാക്ഷാത് രാക്ഷസനല്ല, ഇക്ഷ്വാകൂണം മഹാരഥ, ഇക്ഷ്വാകു വംശത്തിലെ മഹാരഥനായ ചക്രവർത്തിയാണ്. മദയന്ത്യാഹ പതിർവീര, മദയന്തിയുടെ ഭർത്താവാണ് ഹേ വീര. അധർമ്മം കർത്തുമർഹസി, അവിടെയാണ് എനിക്ക് നിന്നെ തിരിച്ചറിഞ്ഞു. രാക്ഷസനാണെങ്കിൽ ശരിയാണ്, ഇത്രയാണ് ഈ ചെയ്തത്. രാക്ഷസന്മാരുടെ സ്വധർമ്മമാണ് മറ്റ് ജീവജാലങ്ങളെ പിടിച്ച് ഭക്ഷിക്കുക. വിശക്കുമ്പോൾ മനുഷ്യനെ കുഴപ്പമില്ല, പക്ഷെ നീ രാക്ഷസനല്ല. നീ ആരാണ്? ഇക്ഷ്വാകു വംശത്തിലെ മഹാരഥനായ ചക്രവർത്തിയാണ്, മദയന്തിയുടെ പതിയാണ്. ഹേ വീര, അധർമ്മം കർത്തുമർഹസി, നീ അധർമ്മം ചെയ്യുവാൻ അർഹിക്കുന്നവനല്ല. ദേഹിമേ അപത്യകാമായ അകൃതാർത്ഥം പതിം ദ്വിജം,
ദേഹി തരൂ മേ എനിക്ക് അപത്യകാമായാഹ സന്താനത്തെ കാമിച്ചിരിക്കുന്ന എനിക്ക് അതുകൊണ്ട് അകൃതാർത്ഥം കൃതാർത്ഥയാകാതിരിക്കുന്ന എനിക്ക് പതിം ദേഹി ദ്വിജം പതിം ദേഹി ബ്രാഹ്മണനായ എൻ്റെ ഭർത്താവിന് തിരിച്ചു തരൂ. കാരണം എനിക്ക് കൃതാർത്ഥതയായിട്ടില്ല, എനിക്ക് സന്താനം ആവശ്യമാണ്, അതിനുവേണ്ടി ഞാൻ ബ്രാഹ്മണനെ സമീപിച്ചത്, അവനെ എനിക്ക് തിരിച്ചു തരൂ. ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യ അഖിലാർത്ഥതഃ. അയം മാനുഷഃ ദേഹഃ, മാനുഷമായ ഈ ദേഹം പുരുഷസ്യ പുരുഷന് അഖിലാർത്ഥത എല്ലാ പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ്. മനുഷ്യ ശരീരം ധർമാർത്ഥകാമങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് 4 വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കാൻ ഉത്തമ സാധനമാണ് ശരീരം. ഈ ശരീരം എനിക്ക് തിരിച്ചു തരണം, എൻ്റെ പതിയുടെ ശരീരം തിരിച്ചു തരണം, ഞാൻ സന്താനത്തെ ആഗ്രഹിക്കുന്നവളാണ് എന്നിങ്ങനെ ഇവൾ തൻ്റെ സങ്കടാവസ്ഥ രാജാവിനെ അറിയിച്ചു. ക്ഷുധാർത്ഥോ ജഗൃഹേ വിപ്രം തത്പത്ന്യാഹ കൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാദിക്ഷ്വാകൂണം മഹാരഥാം മദയന്ത്യാപതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യ അഖിലാർത്ഥതാം ക്ഷുധാർത്ഥോ ജഗൃഹേ വിപ്രം തത്പത്ന്യാഹ കൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാദിക്ഷ്വാകൂണം മഹാരഥാം മദയന്ത്യാപതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥതാം തസ്മാദസ്യ വധോ വീര സർവാർത്ഥവധൗച്യതേ ഏഷ ഹി ബ്രാഹ്മണോ വിദ്വംസ്തവ ശീലഗുണന്വിതാം. തസ്മാത് അതുകൊണ്ട് അസ്യ വധോ വീര ഹേ വീരനായുള്ളവനെ ഇതിന്റെ വധം സർവാർത്ഥവധ ഉച്യതേ നീ ഈ ബ്രാഹ്മണനെ കൊന്നതുകൊണ്ട് ധർമാർത്ഥകാമങ്ങളെ കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രാഹ്മണനെ മാത്രമല്ല, ഒരു മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യന്റെ ജന്മം നമ്മളാരും വിചാരിച്ചിട്ട് കിട്ടിയതല്ല, നമ്മളാരും കൊടുത്തതുമല്ല. അയാളുടെ ശരീരം ഈശ്വര ഭജനത്തിനും ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നാൽ ധർമ്മത്തെ കൊന്നു, അർത്ഥത്തെ കൊന്നു, കാമത്തെ കൊന്നു, മോക്ഷത്തെ കൊന്നു. ഈ പുരുഷാർത്ഥങ്ങളെ ഹനിക്കുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. ഇദ്ദേഹം ഒരു കേവല മനുഷ്യനുമല്ല, പിന്നെ ആരാണ്? ബ്രാഹ്മണനാണ്. ഏഷ ബ്രാഹ്മണോ വിദ്വാൻ, ഇയാൾ വെറും ബ്രാഹ്മണനല്ല, വിദ്വാനായ ബ്രാഹ്മണനാണ്. തപശീലഗുണന്വിത, തപസ് സത്സ്വഭാവം മുതലായ ഗുണങ്ങളോട് കൂടിയവനാണ് ഈ ബ്രാഹ്മണൻ. വെറും ഒരാളെ അല്ല കൊല്ലുന്നത്, ഒരു പശുവിനെ പോലെയോ പട്ടിയെ പോലെ അല്ല പണ്ഡിതനായ വിദ്വാനായ ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നത്. ഇത് ശരിയായില്ല. എത്ര ഭംഗിയായിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. തസ്മാദസ്യ വധോ വീര സർവാർത്ഥവധൗച്യതേ ഏഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ സ്തവ ശീലഗുണന്വിതാം തസ്മാദസ്യ വധോ വീര സർവാർത്ഥവധൗച്യതേ ഏഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ സ്തവ ശീലഗുണന്വിതാം. ആരിരാധയേഷു ബ്രഹ്മ മഹാപുരുഷ സംജ്ഞതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഃ. ആരിരാധൈഷു, ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ആരാധയിതും ഇച്ഛുഹു ആരിരാധൈഷു,
ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവനായ ബ്രഹ്മത്തെ മഹാപുരുഷ സംജ്ഞിതം ബ്രഹ്മ, മഹാപുരുഷൻ എന്നു പേരുള്ള ബ്രഹ്മത്തെ, മഹാപുരുഷൻ എന്ന പേരോട് കൂടിയ ഗുണകാര്യങ്ങൾക്കും അഹങ്കാരത്തിനുമൊക്കെ അതുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെ സർവാത്മഭാവത്താൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാബ്രാഹ്മണനാണ് അദ്ദേഹം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സർവഭൂത ആത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഹി, ഗുണങ്ങളെ കൊണ്ട് ഭൂതങ്ങളുടെ അന്തർഹിതനാണ്, എല്ലാ ഭൂതജാലങ്ങളെയും സമഭാവത്തിൽ കാണുന്നവനാണ്, മഹാപുരുഷനാണ്. ആ മഹാപുരുഷനായ ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്റെ ഭർത്താവ് ഈ ബ്രാഹ്മണൻ. ആരിരാധേഷു ബ്രഹ്മൻ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈ. ആരിരാധേഷു ബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈ. ഹോയം ബ്രഹ്മർഷിവജ്യസ്തേ രാജർഷിപ്പവരാദ്വിഭോ കഥമർഹതി ധർമ്മജ്ഞ വധം പിതുരിവാത്മജം. ഹോയം അവൻ ബ്രഹ്മർഷിവജ്യ, ബ്രഹ്മർഷിന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ അവൻ, രാജർഷിപ്പവരാദ വിഭോ, രാജർഷി ശ്രേഷ്ഠനായ അങ്ങയിൽ നിന്ന് കഥം അർഹതി വധം, എങ്ങനെ വധമർഹിക്കും? ധർമ്മജ്ഞ, ധർമ്മമറിയാവുന്നവനായ ഹേ രാജാവേ, പിതുഹു ഇവ ആത്മജ, പുത്രനെ പോലെയാണല്ലോ പുത്രൻ, പിതുരിവ ആത്മജ. അതുകൊണ്ട് അങ്ങ് തത്വം അറിയുന്നവനാണ്, ധർമ്മജ്ഞനാണ്, ബ്രഹ്മിഷ്ഠനാണ്. അങ്ങനെ ബ്രഹ്മർഷി ശ്രേഷ്ഠനായ ഇദ്ദേഹം ഒരു രാജർഷിയായ അങ്ങയിൽ നിന്നും വധം, മരണം അർഹിക്കുന്നില്ല. അതുകൊണ്ട് ബ്രാഹ്മണരെ രക്ഷിക്കാൻ അർഹനായ ആ രാജാവ് ബ്രാഹ്മണ വധം ചെയ്യുന്നത് പുത്രനെ പിതാവ് വധിക്കുന്നത് പോലെയാണ്. ധർമ്മം അറിയുന്ന അങ്ങ് ഈ പ്രവൃത്തി എങ്ങനെ ചെയ്യും എന്നിങ്ങനെ യുക്തിസഹമായി സ്ഥാപിച്ചിട്ട് ഒടുവിൽ പുത്രനുണ്ടാവാതെ മരിക്കട്ടെ എന്ന് ശാപവും കൊടുത്തു എന്നാണ് കഥ. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പോകാം, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കാം. ആരിരാധേഷു ബ്രഹ്മ മഹാപുരുഷഭജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഃ. ഹോയം ബ്രഹ്മർഷിവജ്യസ്തേ രാജർഷിപ്പവരാദ്വിഭോ കഥമർഹതി ധർമ്മജ്ഞ വധം പിതുരിവാത്മജാം. ഹോയം ബ്രഹ്മർഷിവജ്യസ്തേ രാജർഷിപ്പർവരാദ്വിഭോ കഥമർഹതി ധർമ്മജ്ഞ വധം പിതുരിവാത്മജാം. നമുക്ക് അവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഈ രക്ഷസും രാക്ഷസന്മാരും ഒന്നാണ്. അതന്നെ, ആണോ? ഈ ക്ഷേത്രങ്ങളിലൊക്കെ അത് രണ്ട് പദമാണ്. രക്ഷിക്കുന്നവരാണവർ, രക്ഷിക്കുന്നവരാണവര്. ആ അങ്ങനെയുള്ള വംശത്തിൽ പിറന്ന ഒരു വിഭാഗം ശാപം കൊണ്ട് രാക്ഷസന്മാരായിട്ട് പരിണമിച്ചവരാണ്. ഒരു കുലം എന്നാണ്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അത്രേ ഉള്ളൂ. ധർമ്മം കടമ ചെയ്യുന്ന കൃത്യം രണ്ടും രണ്ടായല്ലേ? രണ്ടായത് കൊണ്ടാണ് ഒരാളെ നമ്മൾ രാക്ഷസ് എന്ന് വിളിക്കുന്നത്, ഒരാളെ രക്ഷസ് എന്ന് വിളിക്കുന്നത്. രക്ഷസിനെ നമ്മൾ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആർക്കും ഹിംസയില്ലെങ്കിൽ ഉപസംഹരിക്കാം. 18 ശ്ലോകത്തിലെ നളസഖോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളസഖോ എന്ന് പറഞ്ഞേതാ ശരി? ഇതിൽ നളസഖോ എന്നാ കാണുന്നത് നിങ്ങളുടെ പുസ്തകത്തില്. ഋതുപർണം.
നളനെ സംബന്ധിക്കുന്ന വാസ്തവത്തിൽ നളനുമായിട്ട് സഖാവാകാനുള്ള യോഗ്യത ഇയാൾക്കില്ല. അത് ശരി. അതുകൊണ്ട് നാളെ ഫഖൻ എന്ന നളനെ സംബന്ധിക്കുന്ന സഖാവെന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ആ അർത്ഥവും ശരിയാവും. നാളെ ഫഖൻ നേരിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടെ ചിന്തിക്കുമ്പോ എങ്ങനെ സഖാവായി തീരും എന്നുള്ളൊരു മറുപടിയാണ്. നമുക്ക് സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് വെള്ളിയാഴ്ചയാണ് ക്ലാസ്സിന് പതിവ്. നാളെ ക്ലാസ് ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് വെള്ളിയാഴ്ച ഒരു യാത്രയുണ്ട്. ഞാൻ വൈകിട്ട് തിരിച്ചെത്തുള്ളൂ. അതുകൊണ്ട് പറ്റെങ്കിൽ നാളെ എടുക്കാം. നാളെ ഉച്ചയ്ക്ക് അറിയിക്കാം. നാളെ ഒരു യാത്ര പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ചെത്തിയേക്കും. 3 മണിക്ക് മുമ്പ് എത്തുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് നാളെ തന്നെ എടുക്കാം. മറ്റന്നാളിനുണ്ടാവില്ല. പറ്റിയില്ലെങ്കിൽ നാളെയും മറ്റന്നാളുണ്ടാവില്ല. 2 ദിവസം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു സൗകര്യം കൂടി പരിഗണിച്ച് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ക്ലാസ്, ഒന്നീ വ്യാഴം അല്ലെങ്കിൽ വെള്ളി. തൽക്കാലം അങ്ങനെ പോകട്ടെ. പിന്നെ എന്ത് വേണമെന്ന് പതുക്കെ ചിങ്ങമാസം ആകുമ്പോൾ ആലോചിക്കാം. ശരി. നമസ്കാരം.